അലൈക്കും. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്നത്തെ വീഡിയോയിലൂടെ അഖിലാക്കിലെ സെക്കൻഡ് ചാപ്റ്ററായ ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും എന്ന ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് പാഠം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസു സാനി, ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും. എന്താണ് ആത്മാർത്ഥത പറഞ്ഞാൽ? നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും എന്ത് പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിലും അത് പൂർണ്ണ ഇഷ്ടത്തോടെ ആ കാര്യം എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിലൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ആത്മാർത്ഥത എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ എന്താണ്? ആത്മാർത്ഥത വേണം എന്നാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പെരുന്നാൾ ഡ്രസ് എടുക്കാൻ വസ്ത്രാലയത്തിലെത്തിയ അൻവർ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. നല്ല തിരക്കുണ്ട്. ചുമരിലെ TV സ്ക്രീനിൽ അവന്റെ കണ്ണിൽ പെട്ടു. കടയിൽ വന്നവരുടെയെല്ലാം ചിത്രങ്ങൾ അതിൽ തെളിയുന്നു. അൻവറിനെയും പിതാവിനെയും അവൻ അതിൽ കണ്ടു. ആരാണ് ഇതൊക്കെ ക്യാമറയിൽ പകർത്തുന്നത്? അവൻ ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. അവൻ കൗതുകത്തോടെ പിതാവിനോട് കാര്യം അന്വേഷിച്ചു. മകനെ, അതാണ് നിരീക്ഷണ ക്യാമറ. ബാക്കി കാര്യങ്ങൾ നിനക്ക് വീട്ടിൽ വെച്ച് പറഞ്ഞു തരാം. അപ്പൊ എന്താണ്? നിങ്ങളെപ്പോലെ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൻവർ എന്ന കുട്ടി എന്താണ്? പെരുന്നാൾ ഡ്രസ് എടുക്കാന് വസ്ത്രാലയത്തിലെത്തി. അപ്പൊ അവൻ എന്താണ്? TV സ്ക്രീന് കണ്ടു, അല്ലെ? ക്യാമറയിൽ നമ്മള് എല്ലാവരും ഇങ്ങനെ കടയിൽ വരുന്ന എല്ലാവരെയും ഇങ്ങനെ TV സ്ക്രീനിൽ കണ്ടു. അപ്പൊ ഇവനക്ക് സംശയമായി, ആരാണ് ഇപ്പൊ ഈ സമയത്ത് ഇവിടെ ക്യാമറ പിടിച്ചു നിൽക്കുന്നത്? അപ്പൊ അവന് കൗതുകത്തോടെ എന്താണ് ഇപ്പാനോട് ചോദിച്ചു, അല്ലെ? അപ്പൊ ഇപ്പൊ എന്ത് പറഞ്ഞു? മകനെ, അതാണ് നിരീക്ഷണ ക്യാമറ. അതാണ് നിരീക്ഷണ ക്യാമറ എന്ന് പറഞ്ഞു കൊടുത്തു. ബാക്കി കാര്യങ്ങള് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അൻവറിന് ജിജ്ഞാസയായി. വീട്ടിലെത്തിയപ്പോൾ അവൻ കൂടുതൽ കേൾക്കാനായി ഇരുന്നു. ഉപ്പ പറഞ്ഞു തുടങ്ങി. കടയിൽ ക്യാമറ നമ്മെ നിരീക്ഷിക്കുകയും പകർത്തുകയും ചെയ്യുന്നതാണ് നീ നേരത്തെ കണ്ടത്. അപ്പൊ എന്താണ്? അൻവറിന് ഇത് കാര്യം അറിയാൻ ഭയങ്കര ആഗ്രഹമായി. അപ്പൊ വീട്ടിൽ ചെന്നുടനെ അവനുപ്പ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇരുന്നു, അല്ലെ? അപ്പൊ ഇപ്പൊ പറഞ്ഞു എന്താണ്? കടയിലെ ക്യാമറ നമ്മെ നിരീക്ഷിക്കുകയും പകർത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ എന്താണ് നേരത്തെ TV സ്ക്രീനിൽ കണ്ടത്. അല്ലാഹു നമ്മെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധ്യം നമുക്ക് വേണം. എന്താണ്? ഈ ക്യാമറ, കടയിലെ ക്യാമറ നമ്മളെ നിരീക്ഷിക്കുന്ന പോലെ അള്ളാഹു എന്താണ്? സദാസമയം എല്ലാ ടൈമിലും എന്താണ്? നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്താണ്? അള്ളാഹു കാണുന്നുണ്ട്. ആ ബോധം എന്താണ്? നമുക്ക് വേണം. ആത്മാർത്ഥതയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തഅബുദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. എന്താണ് ആത്മാർത്ഥത എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? അൻ തഅബുദുല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കുക, കഅന്നക തറാഹു, അവനെ കാണുന്നത് പോലെ, ഫഇൻ ലം തകുൻ തറാഹു, അവനെ നീ കാണുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട്. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, അല്ലെ? പക്ഷെ അള്ളാഹുവിനെ കാണുന്ന രീതിയിൽ എന്താണ്? അവനക്ക് വേണ്ടി അമലുകൾ ചെയ്യുക. അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഫഇന്നഹു യറാക, അള്ളാഹു നമ്മെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. അമല് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അപ്പൊ എന്താണ്? അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, അല്ലേ? അപ്പൊ ആ ബോധ്യം നമുക്ക് വേണം. അപ്പൊ നമ്മൾ അമല് കൊണ്ട് എന്താണ്? അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്.
അങ്ങനെയല്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത്. അപ്പോ ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും എന്താണ് അള്ളാഹു സ്വീകരിക്കില്ല. നമ്മൾ അമലുകൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ, നമ്മളെ ചുറ്റുമുള്ളവർ കാണാൻ വേണ്ടി ചെയ്യരുത് അല്ലേ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന് ഒരു അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത്. അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം. അല്ലെങ്കിൽ അത് ലോകമാന്യത്തിനു വേണ്ടിയാവും അല്ലെ? അപ്പൊ ആ അമലുകൾ അള്ളാഹു സ്വീകരിക്കൂല, അതിന് പ്രതിഫലവും കിട്ടൂല. ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് നിസ്കരിക്കുന്നതും ഓത്തും മറ്റുള്ളവരെ സഹായിക്കുന്നതും അതൊക്കെ ഇങ്ങനെ റീൽസ് ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ ഇടും അല്ലെ? അവര് അതുകൊണ്ട് ഒരു ലൈക്കും കമന്റും മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അത്? ലോകമാന്യത്തിന് വേണ്ടിയാണ്, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്. അതിന് എന്തെങ്കിലും കൂലി കിട്ടുമോ? ഇല്ല. അമൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യണതാണ്. പൂർണ്ണ ഇഖ്ലാസോടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി നോമ്പെടുക്കുന്നതോ? അൻവർ ചോദിച്ചു. ഉപ്പ പറഞ്ഞു, ഒരമല് കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. അതും ഇഖ്ലാസിന് കോട്ടം വരുത്തുന്നതാണ്. അള്ളാഹു പറയുന്നത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നാണ്. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി നോമ്പെടുക്കുന്നവർ ചിലവരെന്താവും, നല്ല തടി ഉണ്ടാവില്ലേ? അപ്പൊ തടി കുറക്കാൻ വേണ്ടിയിട്ട് നോമ്പ് നോക്കും. അങ്ങനെ ഒരു ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിച്ച് അവര് നോമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ്, അവരുടെ നോമ്പിന് കൂലിയില്ല, അവർ തടി കുറയും, അത്രയേ ഉള്ളൂ. ഇനി അവരെന്താണ്, എന്റെ തടിയും കുറയണം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലിയും കിട്ടണം, അങ്ങനെ രണ്ട് നിയ്യത്ത് വെച്ച് അവർ ചെയ്യുകയാണെങ്കിലോ അവർക്ക് രണ്ടും കിട്ടും. അങ്ങനെ ഒരു അമല് കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. എന്താണ് അള്ളാഹു പറയുന്നത്? വമാ ഉമിറു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ, മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്ക ഹൃദയത്തോടെ അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ നാം എന്താണ് മനുഷ്യരോട് കൽപ്പിച്ചിട്ടില്ലെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പാഠം. ഇമ്പോർട്ടന്റ് ആയ വേർഡ്സ് നോക്കുക, ഞാൻ കളർ ചെയ്തു വെച്ചിട്ടുണ്ട്, എഴുതിയെടുക്കുക, കാണാതെ പഠിക്കുക. ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. അക്ഷരത്തെറ്റ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ ആ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നോട്ടിലേക്ക് എഴുതിയെടുക്കുക, കാണാതെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്തുകൾ നോക്കാം. 1. ഉത്തരം കണ്ടെത്താം. ഇഖ്ലാസ് എന്നാൽ എന്ത്? എന്താണ് ഇഖ്ലാസ്? നമ്മൾ പറഞ്ഞുല്ലേ, ഒരു അമല് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. 2. അള്ളാഹു സ്വീകരിക്കാത്ത അമലേത്? ഏതമലാണ്? ഇഖ്ലാസ് ഇല്ലാത്ത ഒരമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. 2. കണ്ടെത്താം. ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ, ഇഖ്ലാസിന് തടസ്സമാകുന്ന, ഇഖ്ലാസിന് കോട്ടം വരുത്തുന്ന കാര്യങ്ങൾ എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. 2 കാര്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം നമുക്ക് എന്താ എഴുതാ? മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെ? മറ്റുള്ളവരെ കാണിക്കാൻ അമലുകൾ ചെയ്യുന്നത്. 2. ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിച്ച് നോമ്പ് നോൽക്കുന്നത്. ഇത് 2 കാര്യങ്ങളും എന്താണ്? ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങളാണ്. 3. പൂരിപ്പിക്കാം. വമാ ഉമിറു ഡാഷ് അദ്ദീന. എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന. 2. അൻതഅ്ബുദുല്ലാഹ ഡാഷ് അറാക, അൻതഅ്ബുദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. 4. താഴെയുള്ള പദങ്ങൾ വായിച്ച ശേഷം കാണാതെ എഴുതാൻ ശ്രമിക്കൂ. 1. നിഷ്കളങ്കത, 2. നിരീക്ഷണം, 3. പ്രശസ്തി, 4. അപ്രതീക്ഷം. ഈ 4 വാക്കുകളും നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കാനാ പറയുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ടെസ്റ്റിൽ ബോൾഡ് ചെയ്തു വെച്ച
പാഠഭാഗത്തിൽ ചാപ്റ്ററിൽ ബോർഡ് ചെയ്തിട്ട വാക്കുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, അതുകൂടി എഴുതി പഠിക്കട്ടോ. 5, താഴെ കൊടുത്ത ആശയങ്ങൾക്ക് യോജിച്ച ഖുർആൻ വചനം, ഹദീസ് വചനം എന്നിവ പാഠത്തിൽ നിന്ന് കണ്ടെത്തുക. താഴെ 2 വചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ഖുർആന്റെ ആണോ ഹദീസിന്റെ വചനങ്ങൾ കണ്ടെത്തി എഴുതാനാ പറയുന്നത് കേട്ടോ. 1, നീ അള്ളാഹുവിനെ കാണും പോലെ അവന് ഇബാദത്ത് ചെയ്യുക. അവൻ നിന്നെ കാണുന്നില്ലെങ്കിലും അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഇതേതാ വാക്ക്? ആത്മാർത്ഥതയെ കുറിച്ച് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാലേ, ഹദീസാണ്. ഏത്? അൻതഅബുദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. 2, നിഷ്കളങ്കരായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതേതാണ്? ഖുർആൻ വചനമാണല്ലേ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പൊ ഇത്രയാണ് തദ്രീബാത്തുകളും പാഠഭാഗവും വൈസായിട്ട് നമ്മൾ നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയ നോട്ട്സ് കൂടി നോക്കാം.